ഞാൻ ഡോക്ടർ ഗണേഷ് കുമാർ, st.Marys ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗത്തിലെ കൺസൾട്ടൻ്റാണ്. ഒരു അസ്ഥിരോഗ വിഭാഗ OPയിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് മുട്ടുവേദന അഥവാ മുട്ടിൻ്റെ തേയ്മാനം കാരണമാണ്. മുട്ടിൻ്റെ തേയ്മാനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 4 തരത്തിലാണ്, 4 സ്റ്റേജിലാണ് ഉള്ളത്, 4 ഘട്ടങ്ങളിലാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിലാണ് ഏറ്റവും തുടക്കത്തിലേ ഉള്ള ചെറിയ വേദനയും നീരും. രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്നും 3ഉം 4ലേക്ക് പോകുന്തോറും അദ്ദേഹത്തിന് നടക്കാൻ വയ്യാത്ത രീതിയിൽ വീൽ ചെയറിലേക്കാവുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാ ഘട്ടത്തിലും ചികിത്സ ഒരുപോലെയല്ല, എല്ലാത്തിനും ഓപ്പറേഷൻ വേണ്ടതാണ്. അപ്പോൾ നേരത്തെയുള്ള പരിശോധനകളിലൂടെ ഏത് ഘട്ടത്തിലാണ് ഈ മുട്ട് എന്ന് കണ്ടെത്തുകയും ആ മുട്ടിന് അനിവാര്യമായ ചികിത്സ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം തേയ്മാനത്തിൻ്റെ കാഠിന്യത്തിലുള്ള വ്യത്യാസവും വേദനയിലുള്ള കുറവുമൊക്കെ വരുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. 1ഉം 2ഉം ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഓപ്പറേഷൻ അല്ലാത്ത ഈ പറഞ്ഞ പോലെ നമുക്ക് മെഡിസിനുകളുണ്ട്, ഫിസിയോതെറാപ്പിയുടെ സഹായം നമുക്ക് ഏറ്റെടുക്കാം, ചില ഇഞ്ചക്ഷനുകൾ മുട്ടിനകത്തേക്ക് കൊടുത്ത് അതിൻ്റെ നീര് കുറഞ്ഞ് അതിൻ്റെ ബലം കൂട്ടാനായിട്ടുള്ള എക്സസൈസുകളിലൂടെ നമുക്ക് മുട്ട് തേയ്മാനത്തിന് ഒരു പരിധി വരെ അതിനൊരു ആഘാതം അതിൻ്റെ ഒരു വേദനയുടെ ആധിക്യം കുറയ്ക്കാവുന്നതാണ്. 4ാം സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഓപ്പറേഷൻ അല്ലാതെ മിക്കപ്പോഴും അതിനകത്ത് ഒന്നും ഒരു വേദന കുറയ്ക്കുവാനായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് എത്രയും നേരത്തെ ഒരു ഡോക്ടറിനെ കണ്ട് എക്സ്റേകൾ എടുത്ത് ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ മുട്ടെന്ന് കണ്ടെത്തി അതിന് വേണ്ട ചികിത്സ കൃത്യസമയത്ത് നൽകുകയാണെങ്കിൽ നമ്മളുടെ മുട്ടിൻ്റെ തേയ്മാനത്തിൻ്റെ തോത് കുറച്ച് നിർത്താനും നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ അതിനെ വളരെയധികം വേദനയ്ക്ക് ആക്കം കുറച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് വേദന കൂടാതെ നടക്കാൻ പറ്റുന്ന ഒരു സന്ധി, ഒരു ജോയിൻ്റ് നമുക്ക് സ്വന്തമായി കിട്ടുന്നു. മിക്കപ്പോഴും വീൽ ചെയറിലോ കട്ടിലിലോ ആയി പോകുന്ന ആൾക്കാരെല്ലാം നടന്ന് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ള വളരെ വലിയൊരു ഗുണം ആ സർജറിക്കുണ്ട്. നമുക്ക് സർജറിയിലേക്ക് പോകുന്നതിന് മുമ്പ് മിക്കപ്പോഴും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സർജറിയിലാണെങ്കിൽ പോലും ഒരു 4 ദിവസത്തെ ആശുപത്രിവാസത്തിലൊക്കെ കൂടുതൽ മിക്കപ്പോഴും പേർക്ക് വേണ്ടി വരാറില്ല. നല്ലൊരു ആശുപത്രിയുടെ നല്ലൊരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പ്, നല്ലൊരു അനസ്തീഷ്യ, നല്ലൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, നല്ലൊരു റീഹാബിലിറ്റേഷൻ കം ഫിസിയോതെറാപ്പി, ഇതെല്ലാം കൂടെ കൂടിയ ഒരു സ്ഥലത്ത് നിങ്ങൾ നല്ലൊരു സമയത്ത് നല്ല ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ സർജറി ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുള്ളായ ഒരു ഓപ്പറേഷനാണ് മുട്ടുമാറ്റിവയ്ക്കൽ. നമ്മളുടെ ആശുപത്രിയിലും വിജയകരമായി വളരെയധികം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ നടന്നു വന്നിരുന്നുണ്ട്. എല്ലാവരും ദൈവകൃപയാൽ എല്ലാവർക്കും ഒരു കുഴപ്പവുമില്ലാതെ വേദനരഹിതമായി നടക്കുവാനും അവർ